എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. സെക്ഷൻ കൺട്രോളർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB ആണ് ഇപ്പോൾ സെക്ഷൻ കൺട്രോളർ തസ്തികയിലേക്കുള്ള നിയമനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് August 14 തസ്തികയുടെ പേര് സെക്ഷൻ കൺട്രോളർ. ശമ്പളം ലെവൽ 6 ആണ്. തുടക്ക ശമ്പളം 35,400 രൂപയാണ്. പ്രായപരിധി 20 മുതൽ 33 വരെ, കൂടാതെ പ്രായത്തിൽ ഇളവുണ്ട്. ടോട്ടൽ വേക്കൻസി 119 ആണ്. അപ്പോൾ ഇതാണ് തസ്തിക വരുന്നത്. നല്ല ശമ്പളത്തിലാണ് വേക്കൻസി ഉള്ളത്. ഈ തസ്തികയിലേക്ക് SC, ST, OBC, EWS, എക്സ് സർവീസ്മെൻ കാറ്റഗറിക്ക് റിസർവേഷനുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ്സ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം. റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ട് ഓൺ മൊബൈൽ നമ്പറും പേഴ്സണൽ ഇമെയിൽ ID ഒക്കെ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു RRBയിലേക്ക് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി എക്സാമിന് പോകാനായിട്ട് SC, ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ട്രെയിൻ പാസ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഫ്രീ സ്ലീപ്പർ ക്ലാസ് റെയിൽവേ പാസ്സാണ്. ഈ പാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ റെലവൻറ്റ് കോളം ഉണ്ട്. ആ കോളത്തിൽ S എന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ SC, ST കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എക്സാമിന് പോകാനായിട്ട് ഫ്രീ ട്രെയിൻ ട്രാവൽ ഫെസിലിറ്റി കിട്ടുന്നതായിരിക്കും. നമ്മൾ പ്രായപരിധി പറഞ്ഞു, 20 തൊട്ട് 33 വരെയാണ്. ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണെന്ന് നോക്കാം. അൺറിസർവ്ഡ് ആൻഡ് EWS ആണെങ്കിൽ 2/7/1993 ശേഷം ജനിച്ചവരായിരിക്കണം. OBC ആണെങ്കിൽ 2/7/1990 ശേഷം ജനിച്ചവരായിരിക്കണം. SC, ST ആണെങ്കിൽ 2/7/1988 ശേഷം ജനിച്ചവരായിരിക്കണം. ആൻഡ് 1/7/2006 ജനിച്ചവരായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇയർ വരുന്നത്. നേരത്തെ പറഞ്ഞ 33 വയസ്സ് പ്രായപരിധിയിൽ OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും SC, ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും ഇളവുണ്ട്. എക്സ് സർവീസ്മെനും അതുപോലെ തന്നെ പ്രായത്തിൽ ഇളവുണ്ട്. ഇനി നമുക്ക് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. സെക്ഷൻ കൺട്രോളർ തസ്തികയിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി നമുക്ക് വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം. ടോട്ടൽ 119 വേക്കൻസിയാണുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരം RRBയിൽ 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു RRBയിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി എക്സാം ഫീസ് ഉണ്ട്. ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ SC, ST, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ 250 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 250 രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 400 രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എക്സാം ഫീസ് വരുന്നത്. റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ ഓരോ സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, CBAT, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുണ്ട്. 4 സ്റ്റേജായിട്ടാണ് വരുന്നത്. ആദ്യത്തേത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 100 മാർക്കിനാണ്. നെഗറ്റീവ് മാർക്കുണ്ട്. സബ്ജക്ട്സ് നോക്കാം. സിലബസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ക്യാപ്പബിലിറ്റി, ലോജിക്കൽ ക്യാപ്പബിലിറ്റി, മെൻ്റൽ റീസണിങ്, ഇത്രയാണ് വരുന്നത്. ഇതിൻ്റെ സിലബസും കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 100 മാർക്കിനാണ്. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതാണ് CBAT വരുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കൊന്നുമില്ല.
അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് RRBയുടെ സൈറ്റ് വഴിയാണ്. ഇതാണ് RRBയുടെ വെബ്സൈറ്റ്സ് വരുന്നത്. നിങ്ങൾ ഏത് RRBയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം ആണെന്നുണ്ടെങ്കിൽ www.rrbtiruvananthapuram.gov.in ഇതാണ് സൈറ്റ് വരുന്നത്. ഈ സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ SC/ST കാറ്റഗറിയാണ്. ഫ്രീ ട്രെയിൻ ട്രാവൽ പാസ് വേണമെന്നുണ്ടെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ളവരെല്ലാവരും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. റിക്രൂട്ട്മെൻറ്റിൻ്റെ എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ RRBയുടെ സൈറ്റിലായിരിക്കും വരുന്നത്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ 250 രൂപ അടച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട്. നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഒറിജിനലായിട്ടുള്ള വാലിഡ് ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും കൊണ്ടുപോകണം. 2 മാസത്തിനകം എടുത്തതാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ നിങ്ങളുടെ കോൾ ലെറ്റർ കൊണ്ടുപോകണം. ഇനി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോട്ടോയുടെ സിഗ്നേച്ചറിൻ്റെ സ്കാൻഡ് കോപ്പി നിങ്ങൾ ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് പോകേണ്ടത്. ഇതാണ് സൈറ്റ് oirs-ir.gov.in/rrbdv. ഈ സൈറ്റിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ട്രൂ കളറിലാണ് സ്കാൻഡ് കോപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനായിട്ട് പോകേണ്ടത്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും 2 സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് SC/STയുടെ ആണ്. OBC ഇതനുസരിച്ചാണ് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ ഓരോ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സെക്ഷൻ കൺട്രോളർ തസ്തികയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല ശമ്പളത്തിലാണ് ജോലി അവസരം ഉള്ളത്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.